നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു സ്പെഷ്യൽ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് പെർളനാണ്. നമ്മുടെ ബീഫ് പെർളൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബീഫ് പെർളൻ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 1/2 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഉരുളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 100 ഗ്രാം വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 50 ഗ്രാം വെളുത്തുള്ളി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാനുള്ള ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി 100 ഗ്രാം എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞ് നമുക്കതും ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സബോള ചെറുതായി അരിഞ്ഞാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി നമ്മുടെ ബീഫ് ഒന്ന് വെന്ത് കിട്ടാനുള്ള 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സാക്കി കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം മതിയാവും. നമ്മുടെ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഓൾറെഡി വെള്ളമുണ്ട് നമ്മുടെ ബീഫിൽ. നമുക്ക് നന്നായി മിക്സാക്കി മൂടി വെച്ച് ഏകദേശം 1/2 മണിക്കൂറോളം വേവിച്ചെടുക്കാം. മൂടി വെച്ച് നമ്മുടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ പെരലിനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സ്പെഷ്യൽ മസാല എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പെരലിനുള്ള ഗ്രേവി തയ്യാറാക്കാനുള്ള നമ്മുടെ ഉരുളി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 50 ഗ്രാം ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം വെളുത്തുള്ളി ഈ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് നമുക്ക് ഈ കൂട്ടത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 2 സവാള ജൂലിയനായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില നമ്മുടെ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ സവോളയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോളയുടെ കളറ് ബ്രൗൺ ആയി പോകാതിരിക്കാനായിട്ടാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായി വരട്ടിയെടുക്കാം. സവോള നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നേരത്തെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി നമ്മുടെ പൊടിയെല്ലാം നന്നായി മൂപ്പിച്ചെടുക്കണം. നമ്മുടെ പൊടികൾ മൂപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഫ്ലെയിം സ്ലോ ഫ്ലെയിമിലേക്ക് കിടക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ മസാലയിലിട്ട നമ്മുടെ പൊടികൾ നന്നായി മൂത്ത് മസാലയുമായിട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മുടെ വെന്ത ബീഫിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ബീഫ് ഏകദേശം 1/2 മണിക്കൂറോളം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റി നോക്കാം. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മസാല ചേർത്ത് നമ്മുടെ മസാല നന്നായിട്ട് ബീഫുമായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച 1 മുറി തേങ്ങയുടെ 2ാം പാൽ നമുക്ക്
കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 100 മില്ലിയോളം രണ്ടാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് രണ്ടാം പാലിൽ നമ്മുടെ ബീഫ് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ടാം പാൽ നന്നായി വറ്റി വരണം, അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായി കുക്കാക്കിയ നമ്മുടെ ബീഫ് പെരളൻ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ ബീഫ് പെരളിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഒന്നാം പാൽ, അരമുറി തേങ്ങയുടെ ഒന്നാം പാൽ, ഏകദേശം 50 മില്ലിയോളം ഒന്നാം പാലുണ്ട്, നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച നമ്മുടെ ബീഫ് പെരളൻ ചെറുതിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നന്നായി ചൂടായി ചെറുതിള വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് നന്നായി ചൂടായി ചെറുതിള വന്നിട്ടുണ്ട്, നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മുടെ ബീഫ് പെരളിനുള്ള താളിപ്പ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ താളിപ്പിനുള്ള പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് 6 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിലോട്ട് നമുക്ക് 2 കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയും ചുവന്നുള്ളി നന്നായി ഒന്ന് മൂത്ത് വരണം. നമ്മുടെ ചുവന്നുള്ളി നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫാക്കിയ ശേഷം മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുളക് പൊടി കഴിഞ്ഞു പോകും. നമുക്ക് നന്നായി മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബീഫ് പെരളിലോട്ട് നമ്മുടെ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫ് പെരളൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബീഫ് പെരളിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയായി കാണുന്നതും വരെ ഗുഡ് ബൈ.